ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരായ പീഡന പരാതി പ്രത്യേക സംഘം അന്വേഷിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി നോബിൾ മരിക്കാരൻ ചേരുന്നു. നോബിൾ, ഇപ്പോൾ സി.വി. ആനന്ദബോസ് ലേബിയോട് പറഞ്ഞതനുസരിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു. ഇത് ബംഗാൾ സർക്കാർ പ്രതികാര നടപടി എന്ന രീതിയിൽ എടുത്തിരിക്കുന്നതാണ് ഈ വിഷയമെന്നാണ്. എന്തായാലും ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മമതയും വിട്ടുകൊടുക്കാനില്ല, ആനന്ദബോസും വിട്ടുകൊടുക്കാനില്ല. രാജ്ഭവൻ പോലീസിന് തുറന്നു കൊടുക്കുന്നില്ല. അതേസമയം ആനന്ദബോസിനെതിരെ FIR ഇടുന്ന കാര്യത്തിൽ ചില സാങ്കേതിക തടസ്സവുമുണ്ട്. കാര്യം ഗവർണർക്കെതിരെ ഈ ക്രിമിനൽ കേസ് ആ ഘട്ടത്തിൽ എങ്ങനെ FIR ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നേരിടുന്ന പ്രശ്നവും. അപ്പോൾ SIT വന്നാൽ ഇനി എന്താണ് സാധ്യത? അരുൺ, പശ്ചിമബംഗാളിൽ കഴിഞ്ഞ കുറേ നാളുകളായുള്ള ഒരു യുദ്ധമാണ് ഗവർണറും അതോടൊപ്പം സർക്കാരും തമ്മിൽ. ആ യുദ്ധത്തിനിടയിലാണ് എന്താണെങ്കിലും തൃണമൂൽ കോൺഗ്രസിന് വീണ് കിട്ടിയ ഒരു ആയുധമായി ഈ പീഡന പരാതി ഉയർന്നത്. അതിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അവരാണ് ഈ പ്രത്യേക സംഘത്തെ നയിക്കുന്നത്. ഇവർ ഈ വിഷയത്തിൽ കൃത്യമായി അന്വേഷണം നടത്തും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. ഈ പരിസരത്തുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ മൊഴി എത്രയും വേഗം രേഖപ്പെടുത്തും. മറ്റ് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു അന്വേഷണങ്ങൾ പ്രാഥമികമായി നടത്തും എന്ന് അറിയാൻ കഴിയുന്നു. അതേസമയം അരുൺ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർക്ക് ഈ ക്രിമിനൽ കേസുകളിൽ ഒരു ഭരണഘടനാ പരിരക്ഷയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമോപദേശം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പശ്ചിമബംഗാൾ പോലീസ് തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുക എന്നാണ് അറിയുന്നത്. അതിന് ചില നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അടക്കം വരികയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഗവർണർ നേരത്തെ വ്യക്തമാക്കിയത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ അടുത്ത കാലത്തുണ്ടായ പല വിഷയങ്ങൾ, അത് സന്ദേശ് ഖലിയാകട്ടെ അല്ലെങ്കിൽ മറ്റ് അഴിമതി ആരോപണങ്ങളാകട്ടെ, ഇതിലൊക്കെ കൃത്യമായ നിലപാടെടുത്ത ഒരാളാണ് C.V. ആനന്ദബോസ്. സർക്കാരിനെതിരെ വലിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ഷാജാൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ട് സന്ദേശ് ഖലിയിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവങ്ങൾ, അതിന് പിന്നാലെ CBI ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് സർക്കാരിനെ കൃത്യമായി സമ്മർദ്ദത്തിലാക്കാൻ ഗവർണർക്ക് എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും അതിന് പിന്നാലെ കിട്ടിയ ഈ ഒരു ആയുധം കൃത്യമായി തന്നെ രാഷ്ട്രീയം ഉപയോഗിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന പ്രചരണ വിഷയമാണ്. പ്രത്യേകിച്ച് സന്ദേശ് ഖലിയിലെ സ്ത്രീകൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തിക്കൊണ്ട് പലതവണ അവിടെ പ്രസംഗിക്കുകയും തൃണമൂൽ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഗവർണർക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമ പരാതി ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതേസമയം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഗവർണറുടെ രാജ്ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അദ്ദേഹവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നും ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രചാരണം അവിടെ രാഷ്ട്രീയമായി നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. അതിനിടയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം കൂടി എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നോബിളാണ് C.V. ആനന്ദബോസിനെതിരെ SIT അന്വേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.